എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏറെ ചർച്ചകൾക്കൊടുവിൽ പി വി അൻവറിനെ സഹകരിപ്പിക്കാൻ UDF തീരുമാനിച്ചു. എന്നാൽ പി വി അൻവർ ഉൾപ്പെട്ട തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോഴിക്കോട് ചേർന്ന UDF യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി. ഒരാഴ്ചക്കകം തീരുമാനമുണ്ടായേക്കും. അൻവറിൻ്റെ കാര്യം ചർച്ച ചെയ്തു. അൻവറിനെ UDFൽ അദ്ദേഹത്തിന് പ്രവേശനം ആവശ്യപ്പെട്ട അദ്ദേഹവുമായി നേരത്തെ ഒരു ചർച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നടത്തിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പൊതുവെ ഉണ്ടായ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിൽ എടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പി വി അൻവർ പറഞ്ഞു. UDFൽ പോവുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടായിരിക്കും പി വി അൻവർ അവിടേക്ക് പോകുക, UDFലേക്ക് പോവുക എന്നും അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷം. കുറച്ച് ദിവസമായിട്ട് CPMലെ വളരെ കുറഞ്ഞ സൈബർ പോരാളികൾ, ഒരു വാപ്പല്ലാത്ത കുട്ടി ഇങ്ങനെ നടക്കില്ലേ, അത് അവസാനിച്ചല്ലോ. ക്ഷണിതാവാണ്, അസോസിയേറ്റ് ആണ്, ആനയാണ്, ചേനയാണ് ഒക്കെ പറയട്ടെ. ഇപ്പതാ CMP അത്ര മോശപ്പെട്ട പാർട്ടിയൊന്നുമില്ല, എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് CP ജോണായിട്ട് സംസാരിച്ചാൽ അത് മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. അവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്യാം. ഞാൻ UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞത് അങ്ങനെ ബാർഗെയിനിങ്ങേ നമുക്കില്ല. അതെ 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 അത് പാർട്ടിയല്ലേ. CMBയിൽ പോകുന്നു എന്ന വാർത്തകൾ അൻവർ തള്ളിയിരിക്കുകയാണ്. ചില ചർച്ചകളൊക്കെ നടന്നെങ്കിലും അത് ആ പാർട്ടിയിലേക്ക് പോകുന്നതിന്റെ ഭാഗമല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. വിപിൻ സി വിജയൻ മലപ്പുറത്ത് തുടരുന്നുണ്ട്. വിപിൻ, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോൾ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പി വി അൻവറിനെ കൊൽക്കത്തയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസം എപ്പോഴുമാണ് ആ ചർച്ച നടക്കാൻ പോകുന്നത്. അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ തൃണമൂലുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പി വി അൻവർ എന്തായാലും UDFലേക്ക് വരില്ല എന്ന് അദ്ദേഹം പറയുന്നു. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നതിൽ കോൺഗ്രസിന് ഒരു താല്പര്യവുമില്ല. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? എന്താണ് ഫോർമുല? വിജയകുമാർ, ഇപ്പോൾ പി വി അൻവറുമായിട്ടുള്ള ഒരു സഹകരണമാകാം എന്നുള്ളതായിരുന്നു ഇന്ന് കോഴിക്കോട് നടന്ന UDF യോഗത്തിൽ എല്ലാ നേതാക്കളും പറഞ്ഞത്. എന്നാൽ അത് ഏത് രീതിയിൽ വേണം, ആ ഒരു സഹകരണം ഏത് രീതിയിലൊക്കെ ആകാം എന്നതിനെ സംബന്ധിച്ചാണ് UDF നേതാക്കൾക്കിടയിൽ തന്നെ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ UDFലേക്ക് ഒരു ഘടക കക്ഷിയായി എടുക്കുന്നതിൽ ചിലർക്ക് വിയോജിപ്പുണ്ട്, അവരത് പറയുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പി വി അൻവർ ഒരു അനിവാര്യ ഘടകമാണ്, അതുകൊണ്ട് തന്നെ ഘടകകക്ഷിയാക്കാം എന്നുള്ള ഒരു തീരുമാനവും എടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടുക, ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുക, ഒപ്പം തന്നെ ഘടക കക്ഷികളിലെ ഓരോ നേതാക്കളെയും പ്രത്യേകം കണ്ട് അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക, ഒപ്പം തന്നെ പി വി അൻവറുമായി ഒരു ചർച്ച ചെയ്യുകയും ചെയ്യുക. അതിലാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്കകം അതിൽ തീരുമാനമെടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈ യോഗത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സഹകരണം മാത്രമായിരിക്കും, അതിനുശേഷമായിരിക്കും ഒരു മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ചൊക്കെ കുറച്ചുകൂടി സജീവമായ ചർച്ചകൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഈ സഹകരണത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് പി വി അൻവർ തൃപ്തനാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് തന്നെ ഒരു വിലപേശലും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല, അതിൽ ഇപ്പോഴത്തേതിൽ പൂർണ്ണ തൃപ്തനാണ്. അത് ഒരു ബന്ധം തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടം മാത്രമാണ്, അത് സജീവമാകും എന്നുള്ള ഒരു പ്രതീക്ഷയും സന്തോഷവുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളും പി വി അൻവറും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പി വി അൻവർ ഒറ്റയ്ക്ക് വരിക എന്നുള്ള ഫോർമാലിറ്റിയൊന്നും അദ്ദേഹം ഒരുക്കമല്ല. തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെയായിരിക്കും UDFന്റെ ഭാഗമാവുക എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. വിജയകുമാർ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് പി വി അൻവർ UDFലേക്ക് പോകില്ല. UDFലേക്ക് പോകുന്നുവെങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അതിലൊരു ഘടകകക്ഷിയായി മാത്രമായിരിക്കുമെന്ന് പി വി അൻവർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പലരും നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും ഈ തൃണമൂൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് പി വി അൻവർ പോകില്ല, അത് UDFൽ തൃണമൂൽ കോൺഗ്രസ് ഭാഗമാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ ചർച്ച ആ വഴിക്കാണ് നടക്കുന്നത് എന്നാണ് അവരൊക്കെ വിശദീകരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.